السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ റബ്ബിന്റെ ത്വാഅത്തിലായി തഖ്വയോടെ ജീവിക്കാനും വഫാത്തിന്റെ നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ വിവിധ ഉദ്ദേശങ്ങളാൽ ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുണ്ട്. വളരെ പ്രയാസമുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാസത്തിന്റെയും ദിവസത്തിന്റെയും ഈ സ്ഥലത്തിന്റെയും ഭവനത്തിന്റെയും ബറക്കത്തുകൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു ആജിലായ ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും മാറാവ്യാധികളും പകർച്ചവ്യാധികളും അല്ലാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും തൊട്ട് എല്ലാവരെയും തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ ഒരു ഹിജ്റ വർഷത്തിലേക്ക് ഈ മുഹറം മാസത്തിന്റെ പിറവിയോടുകൂടി നമുക്ക് പ്രവേശിക്കാൻ സാധ്യമായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധമായ മുഹറം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പവിത്രമാക്കിയ മാസങ്ങളിൽ പെട്ടതാണ് എന്ന് മാത്രമല്ല, അതിലെ ആദ്യത്തെ 10 ദിനങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സച്ചരിതരായ മുൻഗാമികളും ഒക്കെ വളരെ പവിത്രതയോടുകൂടി കാണുകയും അതിനായി ഇബാദത്തുകൾ അതിലേക്ക് വേണ്ടി പ്രത്യേകമായി കരുതി വെക്കുകയും ചെയ്തിരുന്നു. മറ്റു മാസങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് മുഹറം മാസത്തിനും അതുപോലെ അൽ അശ്ഹുറുൽ അഹ്റും അള്ളാഹു പ്രത്യേകമായി പവിത്രത കൽപ്പിച്ച മാസങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ മാസങ്ങൾ, ആ മാസങ്ങളിൽ നന്മ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ഉണ്ടാവുകയും ആ മാസത്തിലെ തിന്മകളെ തൊട്ട് പ്രത്യേകമായി ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ മാസങ്ങളിൽ നിങ്ങൾ തിന്മകളിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. ഈ മാസങ്ങളുടെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മുഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമേറിയ ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആശുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസത്തിൽ പ്രത്യേകമായി ആശുറയുടെ ദിവസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കുകയും താസുആന്റെ ദിനത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി സ്വഹാബികളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ചയാണ് ആശുറ വരുന്നത്, വ്യാഴാഴ്ചയാണ് താസുആ വരുന്നത്. ആ 2 ദിവസങ്ങളിലും നോമ്പിന്റെ പുണ്യം മനസ്സിലാക്കി അതിന്റെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപനും പരിപാലകനും ഒക്കെ റബ്ബാണ്. ഈ പ്രപഞ്ചത്തിൽ സമയങ്ങളെയും കാലങ്ങളെയും ദിശകളെയും ദിക്കുകളെയും ഒക്കെ നിർണയിക്കുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നിർണയിക്കപ്പെട്ട സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും ദിശകൾക്കും ഒക്കെ പ്രത്യേകമായ ചില പോരിശകളെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാണോ മാസങ്ങളെയും ദിവസങ്ങളെയും കണക്കാക്കുന്നവൻ, ആരാണോ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ ഒരുക്കി മനോഹരമാക്കുന്നവൻ, ആ റബ്ബു തന്നെയാണ് സവിശേഷതകൾ നിർണയിക്കുവാനും കൽപ്പിക്കുവാനും അധികാരമുള്ളവൻ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജീവൻ നൽകിയത് അള്ളാഹുവാണ്. പക്ഷെ എല്ലാ മനുഷ്യരെയും ഒരുപോലെയല്ല അള്ളാഹു തആല സ്ഥാനം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, സ്ഥാനം നൽകിയിട്ടുള്ളത്. സാധാരണ മനുഷ്യരെക്കാൾ പവിത്രതയുള്ളവരാണ് അള്ളാഹുവിനെ കടുത്ത മനുഷ്യർ. അവർ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളാണ്, ഔലിയാക്കളാണ്. ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരിൽ തന്നെ അതിശ്രേഷ്ഠരായ പ്രവാചകന്മാരുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അത് കൃത്യമായി സ്പഷ്ടമായി വിശദീകരിച്ചിട്ടുണ്ട്.
അത് അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ആ അള്ളാഹുവാണ് എന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയിട്ട് മുഹറം മാസത്തെ വിശ്വാസികൾക്ക് നൽകിയത്. അള്ളാഹുവിന്റെ മാസമാണ്, അള്ളാഹുവാണ് ആ പവിത്രത കൊടുക്കുന്നത്. ആ മാസത്തിന് സവിശേഷതയുണ്ടെന്ന് പറയുന്നവൻ ഈ കാലഗണനയെ നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ റബ്ബാണ്. ആ റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞ മാസം, എന്റെ മാസം, പവിത്രതയുള്ള മാസം എന്ന് അള്ളാഹു തന്നെ നിരന്തരമായി പറഞ്ഞതുകൊണ്ടാണ്, അങ്ങനെ അതിലേക്കുള്ള സൂചനകൾ നൽകിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഒക്കെ ഈ മാസത്തെയും ദിവസത്തെയും ഒക്കെ സവിശേഷ പ്രാധാന്യത്തോടു കൂടി കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയ ആദ്യ നാളുകളിൽ അന്ന് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല, റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമല്ല. ആ ഘട്ടത്തിലാണ് മദീനയിലെ ജൂതന്മാരായ ആളുകൾ ആശുറയുടെ മുഹറം 10 അന്ന് നോമ്പെടുക്കുന്ന വിവരം അറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് അവർ നോമ്പെടുക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം, മഹാനരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10 വലിയ മുസീബത്തിൽ നിന്ന്, വലിയൊരു അദാബിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിങ്ങളെക്കാൾ ബന്ധമുള്ളത് ഞങ്ങൾക്കാണ്. എന്തുകൊണ്ട്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു തന്ന പഠിപ്പിച്ച ശരീഅത്തിനെ മാറ്റങ്ങളില്ലാതെ സ്വീകരിക്കുകയും അതിന്റെ തുടർച്ചയായുള്ള ശരീഅത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. മൂസാ നബിയുടെ അനുയായികൾ എന്ന് പറഞ്ഞവർ ആ ശരീഅത്തിൽ ഭേദഗതികൾ വരുത്തിയവരാണ്. അതുകൊണ്ട് ഞങ്ങളാണ് അവരോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസികളോട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. മുഹറം 10 അന്ന് ആശുറയിന്, അന്ന് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ആശുറയിന്റെ നോമ്പിനെ വളരെ പ്രാധാന്യത്തോടുകൂടി സ്വഹാബികൾ കണ്ടു, അവരത് നോമ്പെടുത്തു. പിന്നെയാണ് പിറ്റത്തെ കൊല്ലമാണ് പരിശുദ്ധമായ റമദാൻ, എല്ലാ റമദാനിലെ 30 ദിവസവും നോമ്പെടുക്കണം എന്ന കൽപ്പന വിശുദ്ധ ഖുർആനിലൂടെ അവതരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മുഹറം മാസത്തിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പിന്നെയും ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ മുഹറം 10 നോമ്പിനെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോമ്പെടുത്തതായി ഞാൻ കണ്ടത് മുഹറം മാസത്തിലാണ്. റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തിരുന്നു എന്നാണ്. ഒരിക്കലൊരു സ്വഹാബി വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കലൊരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, പക്ഷേ പരിശുദ്ധമായ ഒരു മുഅ്മിനായ മനുഷ്യൻ നിർവഹിക്കുന്ന ഫർദായ നിസ്കാരങ്ങൾ, 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം കഴിഞ്ഞാൽ ഏതാണ് അഫ്ളലു സ്വലാത്തി ബഅദൽ മക്തൂബ, ഫർദായ നമസ്കാരങ്ങൾ 5 എണ്ണത്തിന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നിസ്കാരം ഏതാണ്? ഫർദ് നിസ്കാരം നമുക്കൊക്കെ അറിയാം, എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നിസ്കാരം ഏതാണ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദൽ മക്തൂബതി അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ഏറ്റവും കൂലി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊരു നിസ്കാരത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അർദ്ധരാത്രിയിൽ എല്ലാവരും വിശ്രമിക്കുന്ന നേരത്ത്, ലോകം നിശബ്ദമാകുന്ന നേരത്ത്, റബ്ബിനെ കുറിച്ച് ഓർത്ത് ഒരു റിയാഇന്റെയും അടയാളങ്ങൾ കടന്നു വരാത്ത ഇരുട്ടിൽ മുസല്ലയിട്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നമസ്കാരം, അത് റബ്ബിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു അമലാണ്. രാത്രി നേരത്ത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ റബ്ബിന് പ്രിയപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാരണങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? കൂടുതൽ ശ്രേഷ്ഠതയുണ്ടാകാൻ ആ പാതിരാ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് ആരും അറിയില്ല, ആരും അനുഭവിക്കില്ല. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ചില ആരിഫീങ്ങളായ ആളുകളൊക്കെ പാതിരാ സമയത്ത് നിസ്കരിക്കും, ആരും കാണാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കും. ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ, സ്വന്തം ഭാര്യ പോലും തന്റെ റൂമിനരികിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞാൽ കത്തിച്ചു വെച്ച് വിളക്ക് അണച്ച് ഉറങ്ങുന്ന പോലെ അവിടെ കിടക്കും. ഞാൻ നിസ്കരിക്കുകയായിരുന്നു എന്ന് അവരറിയാൻ പാടില്ല. അഥവാ അറിഞ്ഞാൽ അവർ എന്റെ നിസ്കാരത്തെ കുറിച്ച് അറിഞ്ഞല്ലോ എന്ന ഒരു സന്തോഷം ചെറുതായിട്ട് എന്റെ കൽബിൽ വന്നാൽ അത് റിയാ ആകുമല്ലോ.
ആ നിസ്കാരത്തിന്റെ പൂർണ്ണ പ്രതിഫലം എനിക്ക് കിട്ടാതെയാകുമല്ലോ എന്ന് പേടിച്ച് സൂഫികളായ ആളുകൾ അങ്ങനെ നിർവഹിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത്രയും നമ്മുടെ നിസ്കാരത്തെ റബ്ബുമായി നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഈ ചോദ്യം കഴിഞ്ഞ ശേഷം ആ സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അഫ്ദലു സിയാമി ബഅദ ശഹ്രി റമദാൻ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടി നോമ്പെടുക്കാൻ ആഗ്രഹിക്കുമ്പോ എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്, ഏത് സമയമാണ് ഇതിന് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോമ്പിന് വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ശ്രേഷ്ഠതയുള്ള മാസം അത് മുഹറം മാസമാണ്. മുഹറം മാസമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മുഹറം മാസത്തിലെ ആശുറഇന്റെ നോമ്പെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബല. ഞാൻ മനസ്സിലാക്കി, നബി തങ്ങൾ പറയാൻ, ഞാൻ വിചാരിക്കുന്നത് പരിശുദ്ധമായ മുഹറം 10 അന്ന് നോമ്പെടുത്താൽ ആ നോമ്പ് കാരണമായി കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുമെന്നാണ്. നോക്കൂ, ഏതൊരു അമല് നമ്മൾ ചെയ്യുമ്പോഴും ആ അമലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരുപാട് ദിക്റുകൾ ചെല്ലുന്നവരാണ്. യാ ഹയ്യു യാ ഖയ്യൂം നമ്മൾ ചെല്ലാറുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മൾ ചെല്ലാറുണ്ട്. നമുക്ക് ഓരോ ദിക്റുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു പ്രാധാന്യമുണ്ട്, അല്ലേ? കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞ ദിക്റുകളാണ് അതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകൾ ഇങ്ങനെ എഴുതി വെച്ച അവസാനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുന്ന ഹദീസ് ഇതാണ്: 2 വാക്കുകൾ നിങ്ങൾ ഉച്ചരിച്ചാൽ, 2 വാക്കുകൾ 2 ദിക്റുകളാണ്. അത് നാവിന് വളരെ ചെറുതാണ്, പക്ഷേ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. നമ്മൾ പള്ളികളിലേക്ക് വരുമ്പോൾ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് മുത്തഅല്ലിമുകൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് മഗ്രിബിനെ കാത്തിരിക്കുന്ന നേരത്ത് ചൊല്ലുന്ന ദിക്റാണ് സന്ധ്യാ നേരത്ത്, ഉറൂബിനോടടുത്ത നേരത്ത്. നോക്കി, ഇങ്ങനെ ചൊല്ലുന്ന ഓരോ ദിക്റുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോരിശയെ ഖൽബിൽ കണ്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആത്മീയാനുഭൂതി ചെറുതായിരിക്കില്ല. അപ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾക്ക് വണ്ണം കൂടുതലായിരിക്കും. സൂറത്തുൽ വാഖിയ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും അല്ലാഹു തആല ദാരിദ്ര്യത്തെ തൊട്ട് കാക്കുമെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സാദിഖുൽ മസ്ദൂഖായ തിരുദൂതർ അവിടുത്തെ നബുവത്തിന്റെ നാവ് കൊണ്ടാണ്. അപ്പൊ സൂറത്തുൽ വാഖിയയെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ ഒരു നിയ്യത്ത് ഖൽബിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിനെ കുറിച്ച് പറഞ്ഞത് അത് ഖൽബുൽ ഖുർആൻ എന്നാണ്. ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. അത് ഓതുമ്പോൾ നമുക്ക് ആ ഒരു പുണ്യബോധം നമുക്ക് ഉണ്ടാകണം. തബാറക സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖബറിലെ അദാബിനെ തൊട്ട് കാവലുണ്ടാകുമെന്നാ പഠിപ്പിക്കപ്പെട്ടത്. അത് ഓതുമ്പോൾ നമുക്ക് ആ തിരിച്ചറിവുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച വരുമ്പോ വ്യാഴാഴ്ച രാത്രിയായി വെള്ളിയാഴ്ചയുടെ രാത്രിയായാൽ, വെള്ളിയാഴ്ചയുടെ പകലായാൽ അതിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. ഒരു യാന്ത്രികമായ പോക്ക് വരവാകരുത്. വെള്ളിയാഴ്ച ജുമഅക്ക് പോകുന്നതും വരുന്നതും അതൊരു യാന്ത്രികതയാവരുത്. വെള്ളിയാഴ്ച നമ്മൾ വരുന്ന നേരത്ത് പ്രതിഫലങ്ങൾ ധാരാളമായി റബ്ബ് കണക്കാക്കിയ നേരങ്ങളുണ്ട്. നോക്കൂ, ഖതീബ് മിമ്പറിൽ കയറി ഒന്നാമത്തെ ഖുത്ബയോതി കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് രണ്ടാമത്തെ ഖുത്ബക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിലുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതൊരു യാന്ത്രികമായൊരു ദുആയായി പോകരുത് ആ സമയത്ത്. മറിച്ച് ഹൃദയം അറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളും പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ആ സമയത്തെ അതേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നമ്മുടെ ഖൽബ് കൊണ്ട് കാണുമ്പോഴേ നമുക്കത് അനുഭവിക്കാൻ കഴിയും. എന്ന് പോലെയാണ് മുഹറം മാസം എല്ലാ കൊല്ലവും വരും, ആശുറ എല്ലാ കൊല്ലവും വരും. ഇതേ ഹദീസുകളും ഇതേ പവിത്രതകളും നമ്മൾ എല്ലാ കൊല്ലവും പറയും. പക്ഷേ അതിങ്ങനെ കേട്ടുപതിഞ്ഞ് അതൊരു പതിവ് പല്ലവിയായിട്ട് ഇങ്ങനെ കേട്ടുപോകുന്നതിന് പകരം അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ആശുറ, അടുത്ത വെള്ളിയാഴ്ച ആശുറയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ എല്ലാ പുണ്യങ്ങളും നീ നൽകുന്ന അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷകരമായി വളരെ റാഹത്തോടുകൂടി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വർഷം ഹിജറ വർഷം കഴിഞ്ഞു, അടുത്തൊരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തേക്കാൾ കൂടുതൽ
ഈമാനോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ അടുത്ത ഒരു കൊല്ലം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറത്തിന്റെ ഈ മാസത്തിന്റെ പവിത്രതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇബാദത്തുകൾക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.